ഡ്യൂറന്റ് കപ്പിലെ രണ്ടാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില പൂട്ട്. പഞ്ചാബ് FC-യാണ് 1-1 സമനിലയിൽ ബ്ലാസ്റ്റേഴ്സിനെ തളച്ചത്. ലൂക്കയുടെ ഗോളിൽ മുന്നിലെത്തിയ പഞ്ചാബിനെതിരെ മുഹമ്മദ് ഐമനിലൂടെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് സമനില ഗോൾ കണ്ടെത്തിയത്. വിജയത്തിനായി ബ്ലാസ്റ്റേഴ്സ് കഠിനാധ്വാനം ചെയ്തെങ്കിലും നിർഭാഗ്യം കൊണ്ടാണ് ഇന്ന് വിജയം അകന്നു നിന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റങ്ങളെല്ലാം നന്നായി പ്രതിരോധിക്കാൻ തുടക്കം മുതൽ തന്നെ പഞ്ചാബിന്റെ ഡിഫൻഡേഴ്സിന് കഴിഞ്ഞിരുന്നു. പെപ്രയും നോഹയും എല്ലാം എതിർ ബോക്സിൽ പലതവണ പന്തെത്തിച്ചെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു. മറുഭാഗത്ത് പഞ്ചാബ് ക്യാപ്റ്റൻ ലൂക്കയുടെ ഒറ്റയ്ക്കുള്ള മുന്നേറ്റങ്ങൾ കേരള പ്രതിരോധത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. 36-ാം മിനിറ്റിൽ ഫ്രെഡി ലാലമ്മാവയുടെ തകർപ്പനൊരു ബുള്ളറ്റ് ഷോട്ട് പോസ്റ്റിൽ തട്ടി തെറിച്ചത് നഷ്ടമായത് ബ്ലാസ്റ്റേഴ്സിന് ഉറപ്പിച്ചൊരു ഗോൾ തന്നെയായിരുന്നു. എന്നാൽ ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ബ്ലാസ്റ്റേഴ്സിനെ ഞെട്ടിച്ചുകൊണ്ട് പഞ്ചാബ് ആദ്യ ഗോൾ നേടി. ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ ഓഫ്സൈഡ് ട്രാപ്പിനെ പൊളിച്ച് ലൂക്കയായിരുന്നു വല കുലുക്കിയത്. രണ്ടാം പകുതിയുടെ തുടക്കം മുതൽ കനത്ത ആക്രമണമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുത്തത്. തൽഫലമായി 56-ാം മിനിറ്റിൽ മുഹമ്മദ് ഐമനിലൂടെ ബ്ലാസ്റ്റേഴ്സ് സമനില ഗോളും കണ്ടെത്തി. ലൂണ പെപ്രയ്ക്ക് ബോക്സിലേക്ക് നൽകിയ പന്ത് പഞ്ചാബ് ഡിഫൻഡർമാരെ മറികടന്ന് പെപ്ര വലതുമൂലയിലേക്ക് മറിച്ചത് മാർക്ക് ചെയ്യാതെ നിന്ന ഐമൻ അനായാസം വലയിലെത്തുകയായിരുന്നു. 62-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പറുടെ മികവ് കൊണ്ട് ഗോൾ വഴങ്ങാതെ രക്ഷപ്പെട്ടു. ലൂക്കയുടെ ഷോട്ട് ഗോൾ കീപ്പർ സോംകുമാർ അത്ഭുതകരമായി രക്ഷപ്പെടുത്തുകയായിരുന്നു. പിന്നീട് തുടർച്ചയായി പെപ്ര പഞ്ചാബ് ഗോൾ മുഖത്ത് അപകടങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു. ഇഞ്ചുറി ടൈമിൻ്റെ അവസാനം ബ്ലാസ്റ്റേഴ്സിന് പഞ്ചാബ് ബോക്സിന് വെളിയിൽ നിന്നും ലഭിച്ച ഫ്രീ കിക്ക് ആരാധകർക്ക് പ്രതീക്ഷ നൽകിയെങ്കിലും ലൂണയുടെ കിക്ക് നേരിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോവുകയായിരുന്നു. തുടർന്ന് ലഭിച്ച കോർണറിൽ നിന്നും പെപ്രയുടെ ഹെഡർ വീണ്ടും പോസ്റ്റിൽ തട്ടിത്തെറിച്ചത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു ഗോൾ അവസരം കൂടിയായിരുന്നു. ഈ സമനിലയോടെ 2 മത്സരത്തിൽ നിന്നും 4 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. ഓഗസ്റ്റ് 10-ന് CISF-നെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.